ഞാൻ എല്ലാം പറയാം, വെയിറ്റ്. എനിക്ക് അന്ന് ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഞാൻ പറയട്ടെ. സോ ഗൈസ്, അപ്പോൾ പറയുവാണെങ്കിൽ PDRP ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ ഓരോ ആർപിക്കും നമ്മളെടുക്കുന്ന ഇനിഷ്യേറ്റീവ് ഭയങ്കര വലുതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പൊ PD എന്തോരം കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നമ്മളും ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഒരു RP എങ്ങനെയെങ്കിലും എന്തേലും ഒരു RP ചെയ്യണം, അല്ലെങ്കിൽ ഒരു RP സ്റ്റാർട്ട് ചെയ്യണം. ഐ മീൻ ഒരു RP കൊണ്ടുപോകുന്ന പറയണത് ഇപ്പോഴത്തെ സിനാരിയോയിൽ ഈ PvP ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പാടാണ്. സോ നമ്മൾ അത്ര ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ആദ്യം മൈൻഡിൽ വേണം. അപ്പോൾ അന്ന് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് PDയുടെ തന്നെ പ്രശ്നമാണ്. അവിടെ പിന്നെ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ PD എന്നെ അവിടെ പിടിച്ചു. അവിടെ രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1-2% ആയിരിക്കും രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ആയി എന്ന് എനിക്കറിയത്തില്ല. ഒരാൾ ID കാർഡ് കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഒരാളെ രാജ്യദ്രോഹം ചെയ്ത ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ID കാർഡ് ഇല്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്തത് അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ. സോ അത്രയും ഈഗോയിസ്റ്റിക് അവിടെ PD അവിടെ ആവേണ്ടിയിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് 4 പോലീസ് വരുന്നു, അവിടെ ഇതാക്കുന്നു. ഞാൻ RP കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ PDനെ അടച്ച് മൊത്തത്തിൽ പറയല്ല, എനിക്ക് അറിഞ്ഞൂടാ. PDയുടെ സൈഡിൽ നിന്ന് മൊത്തത്തിൽ വന്ന ഫോട്ടോ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ മറ്റേ MRC പ്ലെയർ ഉണ്ടെന്ന് പറയുന്ന അങ്ങനെ ഇങ്ങനെ എല്ലാം പറയുന്നത് അതെല്ലാം വിട്, അതെല്ലാം നിങ്ങൾ മായ്ച്ചോളാം. ഇത്രേ ഉള്ളൂ. അവിടെ ബാക്കി കുറേ സിറ്റിസൺസിന് അവിടെ ID കാർഡ് ഇല്ലായിരുന്നു. അവിടെ കുറേ സിറ്റിസൺസിന് ഐഡന്റിറ്റി കാർഡ് ഇല്ലായിരുന്നിട്ടും അവരെടുത്ത് ഐഡന്റിറ്റി കാർഡ് എടുക്കണമെന്ന് പറഞ്ഞല്ലാണ്ട് അവരെ ഒരാളെയും സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഐഡന്റിറ്റി കാർഡ് ഒന്നും ചെയ്തില്ല. സ്റ്റേഷനിൽ പോയിട്ട് ഐഡന്റിറ്റി കാർഡ് വേണം, ഐ മീൻ എടുക്കണം എന്നൊന്നും ആരുടെ പറഞ്ഞില്ല. വൈ എന്നെ മാത്രം ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തതിന് എത്ര ഇത് ചെയ്തു? അവർക്ക് ആ RP മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പേസ് വേണം. സ്പേസ് ഉണ്ടായാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം PDക്ക് അതിനുള്ള പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, ഗ്രൗണ്ടിൽ പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം സൗണ്ട് ഈ RP കളിക്കുന്ന ഒട്ടുമിക്ക പേർക്കും, ആ സിറ്റിയിലുള്ള ഒട്ടുമിക്ക പേർക്കും ചന്ദ്രന്റെ സൗണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള മിക്കവരുടെ സൗണ്ട് അറിയാം. പൊതുവെ നമ്മൾ ലൈവ് ഇടുന്നതുകൊണ്ടും നമ്മുടെ സൗണ്ട് എല്ലാവർക്കും അറിയാന്നുള്ളത് കൊണ്ടും നമ്മൾ RP ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്യണമെന്ന്. ഈ സൗണ്ട് മാറ്റി കളിക്കേണ്ട, അതായത് RPയിൽ സൗണ്ട് വെച്ച് ഐഡന്റിഫൈ ചെയ്തുകൂടാ. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ സൗണ്ട് മാറ്റി കളിക്കണം എന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പോലീസ് ഓഫീസറിന് മനസ്സിലായി ഞാനാണെന്ന്. അപ്പോഴത്തേക്ക് അവൻ കോൾ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ഡൗട്ടുള്ള സസ്പെക്റ്റിനെ കിട്ടി. അവർ ഡൗട്ടുള്ള സസ്പെക്റ്റ് ആണ്. അതെങ്ങനെ ഞാൻ അവിടെ ഒരു ഇതുമല്ലാണ്ട് അവിടെ കാമായിട്ടാണ് ആ ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ ഐഡന്റിറ്റി കാർഡ് ഇല്ല നമ്മുടെ കയ്യിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അന്നേരവും അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നേരെ PD വന്ന് ഐഡന്റിറ്റി കാർഡ് എടുക്കാനാ പറയുന്നത്. അല്ലാണ്ട് അവിടെ അവൻ ആ ഒരു കോൺവെർസേഷൻ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അത് ഏത് PDയാ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ സംസാരിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഭരസാറ് വരുന്നു, നേരെ വന്ന് വണ്ടി വീൽ ക്ലാമ്പ് ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയണം. ചിലപ്പോൾ ഭരസാറ് ചിലപ്പോൾ മേ ബി ബാക്കിയുള്ള ഓഫീസേഴ്സിന് എന്തെങ്കിലും നല്ല പ്രൂഫ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ, എന്താ സംഭവം. വീൽ ക്ലാമ്പ് ഒക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര ശോകം. ഒരുത്തർ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുപോകുന്ന, ഐഡന്റിറ്റി കാർഡ് ഇല്ലെന്ന് പറയുന്ന ആളെ ഒരു ക്രിമിനലിനെ പിടിക്കുന്ന പോലെ അവിടെ ഹെലികോപ്റ്റർ വരുന്നു. അവിടെ 8 പോലീസ് ജീപ്പ് വണ്ടികൾ വരുന്നു. അവിടെ രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോസിബിലിറ്റി ഉണ്ട് അവിടെ. നിങ്ങൾ RP നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഭയങ്കര ഒരു 100-ൽ 98% പിടിച്ച് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഐഡന്റിറ്റി കാർഡ് എടുക്കുവാണെങ്കിൽ നമ്മളാണെന്ന് അറിയാം. അവിടെ
അങ്ങനെ ആ ആർപി കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ആർപി കൊണ്ടുപോകണമെങ്കിൽ നമ്മ കുറച്ചൊക്കെ സഹകരിക്കണം. മനസ്സിലായില്ലേ? അവിടെ പക്ക നമ്മുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായി എവനാണ് സംഭവം എന്ന്. അങ്ങനെ ടി.വി ഇതില് ഇടപെടേണ്ടി വന്നതില് എനിക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഇതിൽ ഈ ഒരു ആർപിയിൽ ടി.വി ഇൻക്ലൂഡ് ചെയ്യാത്ത എന്താ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ആർപി തുടങ്ങിയപ്പം. ഇതുകൊണ്ടാണ് ടി.വി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. ടി.വിയെ അടിച്ചു നിൽക്കാൻ ഒരാൾക്കും പറ്റത്തില്ല. ടി.വിയെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ എങ്ങനെ പോകും, ഇത് എവിടെ നിൽക്കും, എങ്ങനെയൊക്കെ ഇത് പോകുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഈ അന്ന് സംഭവിച്ച പോലത്തെ ഒരു സിറ്റുവേഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സിറ്റിസൺസിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരെ വെച്ചും ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ടും ഞാൻ ഈ ആർപി കൊണ്ടുപോകാൻ നോക്കിയത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ കോ ലീഡറാ. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അവരങ്ങനെ ഡീൽ ചെയ്യത്തുള്ളൂ. അതാണ് ഗ്യാങ്ങിന്റെ പവർ. സോ ആ സിറ്റുവേഷൻ അങ്ങനെ ആയതിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് അതിൽ വേറെ ഒന്നും പറയുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരിയാണ് നമ്മൾ ചെയ്തത്. പീഡിയുടെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പീഡിയുടെ ഇതായിരിക്കും അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ എനിക്ക് ഈ സിറ്റുവേഷൻ ഞാൻ ചന്ദ്രൻ വേഴ്സസ് ചന്ദ്രൻ ആർപിയും ഞാൻ ഉദ്ദേശിച്ച എൻഡിങ് അല്ല എനിക്ക് കിട്ടിയത്. ഈ ആർപിയും ഞാൻ ഉദ്ദേശിച്ച എൻഡല്ല എനിക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? ഞാൻ അന്നും പറയാതെ ലൈവ് എൻഡ് ചെയ്തതും അതാണ്. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. കാരണം ഒരു ദിവസം ഒരു ആർപി ചെയ്യാനായിട്ട് ബ്രോ ശരിക്കും ഇപ്പൊ ഞാൻ ഭരസാറിന്റെ ലൈവിന്റെ ഇടയ്ക്ക് എന്താ കണ്ടായിരുന്നു, പുള്ളി അവര് നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. പീഡി കളിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. അവര് ഓരോ ഷീറ്റിൽ അവരെ ഹൈ റാങ്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ റാങ്കിങ് സിസ്റ്റവും പീഡിയുടെ ലീവും എല്ലാം അവര് റെക്കോർഡിക്കലി എല്ലാം നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതി തന്നെയാണ് പീഡി കളിക്കുന്നതും ഒക്കെ നല്ല രീതി തന്നെയാണ്. പക്ഷേ ഒരു ആർപി എന്നുള്ള സാധനം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ സ്പേസ് വേണം. ഇതിട്ട് ഞെരുക്കുമായിട്ട് ലൈക്ക് ലിറ്ററലി പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മള് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പായി സിറ്റിയിലുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് പീഡി ചോദിക്കുന്നുണ്ട് ഐഡന്റിറ്റി കാർഡ് കാണിക്കുക. നമ്മൾ സിറ്റിയിലെ ഞാൻ എന്നെ എവിടെ വെച്ചാൽ പിടിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം. TDMൽ പോയതിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഒരു പീഡി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പേരെന്താ, എങ്ങോട്ടാ പോണേന്ന്. അന്നേരം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ 8 ജീപ്പായി അവിടെ അപ്പം തന്നെ സ്പോട്ടിൽ. അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു അവിടെ. എങ്ങനെ അപ്പം ഇപ്പം ചോദിക്കും എങ്ങനെ അവിടെ ആർപി കളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും. അവിടെ ഒരു സിറ്റിസന് അവിടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന PD ഓഫീസർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുള്ളി വന്ന് എന്താ കാര്യം, എവിടെയാ നിങ്ങൾ പോണേ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ വെച്ച് സംസാരിക്കണമെന്ന്. അതിലെന്തേലും സസ്പീഷ്യസ് ആയിട്ട് പുള്ളിക്ക് തോന്നിയ പുള്ളിക്ക് അവിടെ പുള്ളിയുടെ രീതിയിൽ ബാക്കിയുള്ള ഓഫീസേഴ്സിന് കോള് കൊടുത്ത് അവരെ വിളിച്ച് വരുത്തി അവിടെ ഒരു ആർപി ചെയ്യായിരുന്നു. ഓക്കെ, അവിടെ ഒരു ഡൗട്ടും കൂടാതെ ഐഡന്റിറ്റി കാർഡ് അവിടെ സാറേ ഐഡന്റിറ്റി കാർഡ് എടുത്തില്ല സാറേ. ഐഡന്റിറ്റി കാർഡ് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടായ സിറ്റുവേഷൻ എങ്ങനെയാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കണം. നിങ്ങൾ അതിൽ ഐഡന്റിറ്റി കാർഡ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി കോൾ കൊടുക്കുവാണ്. സസ്പെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയ 2-3 പേരെ ഇവിടെ കണ്ടു എന്നുള്ള രീതിയിൽ. മനസ്സിലല്ലേ? ആ ഒരൊറ്റ പോലീസ് വണ്ടിയുടെ അവിടെ ആ ഒരൊറ്റ ഓഫീസറിന്റെ ആവശ്യം ആ ഒരു നോർമലായിട്ട് ആർപി കളിക്കുന്ന ഒരു ഓഫീസർ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരൊറ്റ ഓഫീസറിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ മാക്സിമം 1-2 ഓഫീസറിന്റെ ആവശ്യം അവിടെ ഉള്ളൂ. ഉള്ള നാട്ടുകാർ മുതുക്കില് മുട്ട സെർച്ചിങ്ങാ. പക്ഷേ സസ്പീഷ്യൻ നേട്ടപ്പോ ഇങ്ങെത്തി. സസ്പീഷ്യൻ നേട്ടപ്പോഴത്തേക്ക് 8 വീട് ഇങ്ങെത്തി. മനസ്സിലായില്ലേ? 8 ജീപ്പ് ഇവിടെ എത്തി. സ്ക്വയറായി, സർക്കിളായി, അവിടെ വീൽ ക്ലാമ്പായി. പിന്നെ ഞങ്ങൾ 3 പേരും ബരസാറിനെ ഞാൻ ആദ്യം കണ്ണയം ചെയ്തു. ഞങ്ങൾ 3 പേരും അവിടെ ബരസാറിനെ കണ്ണയം ചെയ്ത് അവിടെ ബരസാറിനെ ഡൗൺ ആക്കാനുള്ള എല്ലാ ഇതും എനിക്കുണ്ടായിരുന്നു. കാരണം ബരസാറിനെ കണ്ണയം ചെയ്യുന്നവരെ അവിടെ ഒരു പീഡിയും ഇല്ല. എനിക്ക് സുഖമായിട്ട് ബരസാറിനെ വെടിവെച്ച് കൊല്ലാം. പക്ഷെ ബരസാറിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അത് അവിടെ ഷൂട്ടിംഗ് സിറ്റുവേഷൻ ആണ്. അവിടെ ബരസാറിനെ അവിടെ അപ്പം തന്നെ വൻ ഇതാവും. അതറിയാവുന്നതുകൊണ്ട് കൊന്നില്ല ഞാൻ. അതറിയാവുന്നതുകൊണ്ട് കൊന്നില്ല. ലൈക്ക് ഞാൻ എന്താ ഓടി ഇതാക്കാൻ നോക്കി. പക്ഷെ
അത് ഫിയറില്ലാതെ ഓടിയതിന് അത് പുള്ളിക്കാരൻ്റെ സബോർഡിനേറ്റ്സ് ഉള്ളത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു ആർപി ചെയ്യാമെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷേ അതൊരു ആർപി ആയിട്ട് കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ബരസാർ അവിടെ ഞാനത് പറയത്തില്ല. അത് ഞാൻ പറയത്തില്ല. കാരണം എല്ലാവർക്കും ഈഗോ ഉള്ളതാ. എല്ലാവർക്കും ജയിക്കണമെന്ന് എല്ലാവർക്കും നല്ല താല്പര്യമുള്ളതാ. എനിക്ക് മാത്രമല്ല. എല്ലാവർക്കും ജയിക്കണമെന്ന് താല്പര്യമുള്ളതാ. അതിൽ ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആക്കണ്ടായിരുന്നു. പക്ഷെ മനസ്സിലായില്ലേ? ഇനി ഈ സിറ്റുവേഷൻ എങ്ങനാന്നുള്ളത് ശരിക്കും എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ശരിക്കും പറയുകയാണെങ്കില്. കാരണം അത് ഫുള്ളി ടിവിയെ കേറി പീഡിയെ മൊത്തത്തിൽ അടിച്ച് ഡൗൺ ആക്കി കഫ്ഡ് ആയിട്ടുള്ള എന്നെ വന്ന് ബരസാർ അഴിച്ചു വിടുന്നതാണ് ലാസ്റ്റ് സീന്. ഇനി ആ സിറ്റുവേഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കിനി സിറ്റിയിൽ കയറി ഇനി നോക്കണം. പീഡിയുടെ മനോഭാവം നോക്കണം. ഇനി പീഡി എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ പീഡിക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. ഓക്കെ, ഇതാണ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്കിത് ഒരു PvP സിറ്റുവേഷൻ ആക്കി എൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ BM-ലെ പിള്ളേരെയും റിക്രൂട്ട് ചെയ്ത സിറ്റിസൺസിനെ വെച്ചിട്ട് ഇത് ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് ഒത്തിരി പിള്ളേരുള്ളതാ. എനിക്കത് അങ്ങനെ തീർത്താൽ മതിയായിരുന്നു. അങ്ങനെ ആർപി എനിക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഒരു PvP ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ എനിക്ക് ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ തുടങ്ങിയത്. മേ ബി ഞാനിത് TV തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഈ സിറ്റുവേഷൻ ഇങ്ങനെയായി. ഓക്കെ, സോ അതാണ് DOJ. അവിടെ ആദ്യം പോരഞ്ഞിട്ട് PD ഫാൻസ് ഉണ്ട് വെയിറ്റേഴ്സ്. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരെ കോച്ച് വെൽക്കം ടു ദ ലൈവ്. പിന്നെ BM-ന്റെ ക്ലബ്ബ് ഡിസ്മാൻഡിൽ ചെയ്ത് അവർക്കിനി ഞാൻ ഇത്രയും നാള് ലൈക്ക് എന്താ പറയുക, അവരൊരു ലീഗലായിട്ടൊരു സൈഡിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ കൊണ്ട് അങ്ങനെ ആർപി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കും നല്ല രീതിയിൽ ബാഡായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് നല്ല രീതിയിൽ ബാഡായിട്ടുണ്ട്. അപ്പോൾ അവന്മാർ ഇനി തൊട്ട് കയ്യിൽ കണ്ണെടുക്കാൻ തുടങ്ങും. മനസ്സിലായ? അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, അത് എങ്ങനെയൊക്കെ പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ ഈ ചില ഓഫീസേഴ്സിന് ഭയങ്കര ത്വരയാ ഈ BM-ന് അല്ലെങ്കിൽ അവന്മാരെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അവരുടെ. അത് ഐ മീൻ ഒരു ക്ലബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശമായിരുന്നു അതൊക്കെ PD ഓഫീസർമാർക്കൊക്കെ. സോ അങ്ങനെയാണ് സിറ്റുവേഷൻ. സോ എങ്ങനെയാന്നൊക്കെ വെച്ചാൽ നമുക്ക് നോക്കാം. ഈ ആർപി എങ്ങനെ പോകണം എന്ന് ഞാൻ വിചാരിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോയത്. ഇനി എനിക്കൊരു പ്ലാൻ ഇല്ല. ഇന്നത്തെ ദിവസത്തെ ആർപി പോലെ ഉണ്ടാവും നാളത്തെ ആർപി, മറ്റന്നാളത്തെ ആർപി, അങ്ങനെ. ലെറ്റ്സ് സീ.